അത് ദൈവം ചെയ്ത നന്മകളെ നമുക്ക് തുല്യം ചൊല്ലാൻ പറ്റുമോ? അതിൻ്റെ ഒപ്പം നമുക്ക് പറയാൻ എന്തെങ്കിലും പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റില്ല. എനിക്ക് നല്ല നല്ല ഉറപ്പുണ്ട് അതിനകത്ത്. കാരണം നിങ്ങൾക്കൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതും പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും. അതായത് എങ്ങനെ പോയാലും പാപകരമായൊരു ജീവിതത്തിൽ നിന്നും ഇന്ന് ദൈവം എന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ കരുണയെ, ആ കൃപയെ, അവൻ്റെ ശരീരരക്തങ്ങളെ സ്വീകരിപ്പാൻ തന്ന യോഗ്യതയെ നമുക്കൊരിക്കലും മറ്റൊന്നിനോടും സാമ്യപ്പെടുത്താനോ മറ്റൊന്നിനോടും തുലനം ചെയ്യാനോ സാധിക്കത്തില്ല ഒരു രീതിയിലും. കാരണം ഒരു സാധാരണക്കാരനായ, ഒരു മലയാളിയായ, ഒരു നോർമൽ കേരളീയനായ ഒരു വ്യക്തിയായ എനിക്ക് ദൈവ കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻ്റെ കുടുംബമഹിമയോ എൻ്റെ പാരമ്പര്യമോ എൻ്റെ വംശമുറയോ എൻ്റെ ഭാഷയോ എൻ്റെ ദേശമോ എൻ്റെ പണമോ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇങ്ങനെ ഒന്നും എനിക്ക് ആ കാര്യത്തിൽ തുല്യമായി പറയാൻ സാധിക്കത്തില്ല. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ അതെല്ലാം അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ഹോളി വീക്കിനോടൊക്കെ അടുക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നൊരു വിഷയം, ദൈവത്തിൻ്റെ ആ വലിയ ശ്രേഷ്ഠത നമ്മുടെ മുൻപിലുണ്ട് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്, ഇസ്രായേൽ കാത്തിരിക്കുന്ന ഒരു മിശിഹായെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിഷയം ചിന്തിക്കാൻ പോകുന്നത്. അതായത് യഹൂദൻ കാത്തിരിക്കുന്ന ഒരു മിശിഹ. അവർക്കൊരു സങ്കല്പമുണ്ട്, തങ്ങൾക്ക് ഒരു രക്ഷകൻ വരും എന്നൊരു സങ്കല്പം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഹൂദ ജനതയെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന, അവർ കാത്തിരിക്കുന്ന ഒരു മിശിഹ, ഒരു മിശിഹാനിക് പ്രൊഫറ്റ്, ഒരു പ്രൊഫസി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് മതത്തെ, ഏത് വിശ്വാസത്തെ, ഏത് വംശത്തെ എല്ലാത്തിനെയും നോക്കിയാൽ യഹൂദൻ്റെ ആ വിശ്വാസത്തെയും തീഷ്ണതയെയും തുലനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഒരു വിശ്വാസവും ഇന്ന് ലോകത്തില്ല. യഹൂദൻ്റെ ആ വിശ്വാസത്തെ തുലനം ചെയ്യാൻ ലോകത്തെ ഒരു വിശ്വാസവും, നമ്മളിന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ചില വിശ്വാസ സമൂഹമുണ്ട്, ഇസ്ലാമിക് സമൂഹം അല്ലേ, ആ വിശ്വാസത്തെ നമുക്ക് ഇതിനോട് ഏതെങ്കിലും തരത്തിൽ തുലനം ചെയ്യാൻ നോക്കിയാൽ ഒരു രീതിയിൽ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഇസ്ലാമിക് സമൂഹം ഒരിക്കലും ഒരു പ്രതിസന്ധി അനുഭവിച്ചിട്ട് പോലുമില്ല. 6-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന ആ സമൂഹം ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലായിരിക്കുമ്പോഴും ഒരിക്കലും ഒരു പ്രതികൂലമോ പ്രതിസന്ധിയോ പ്രശ്നമോ അവർ അനുഭവിച്ചിട്ട് പോലുമില്ല. കാര്യം നമുക്കറിയാം, കുരിശ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ അധികാരത്തിനും അവിടുത്തെ രാജകീയ മേഖലകൾക്കും ആ അവകാശത്തിനുമൊക്കെ ആയിട്ട് യുദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ടോട്ടലി ഒരു ജനോസൈഡോ ഒരു പ്രശ്നമോ ഒന്നും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഇന്ന് പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പലസ്തീനിൽ നടക്കുന്നത് ഒരു ജനോസൈഡാണെന്ന്. ജനോസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഒരു വംശത്തെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. പലസ്തീനിൽ മാത്രമാണോ ഇസ്ലാം സമൂഹം നിൽക്കുന്നത്? ആണോ? അല്ല. അപ്പോൾ അതൊരിക്കലും ഒരു ജനോസൈഡായിട്ട് നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ യഹൂദ സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ജനോസൈഡ് ലോകത്ത് വേറൊരു സമൂഹവും സംഭവിച്ചിട്ടില്ല. അതായത് AD 70-കളിൽ തുടങ്ങി ഇന്ന് 1948 വരെ ലോകത്തിൻ്റെ ചരിത്രങ്ങൾ നിഷ്പക്ഷമായി ഒരു കണ്ണാടിയും ഇല്ലാതെ പരിശോധിച്ചാൽ, അതായത് ഒരു ഇസ്ലാമിൻ്റെ കണ്ണാടിയോ ഒരു ക്രിസ്ത്യൻ്റെ കണ്ണാടിയോ ഒരു കത്തോലിക്കൻ്റെ കണ്ണാടിയോ ഒരു യാക്കോബായ പൗരസ്ത്യ ഓർത്തോ ഒരു കണ്ണാടിയും ഇല്ലാതെ നിഷ്പക്ഷമായി പരിശോധിക്കുന്നവന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, യഹൂദൻ ഏറ്റുവാങ്ങിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മറ്റൊരു ജനതയും ലോകത്ത് ഏറ്റുവാങ്ങിയിട്ടില്ല. സ്വന്തമായി അവർക്കുണ്ടായിരുന്ന ചരിത്രം പറയുമ്പോൾ AD 1948 ചരിത്രമല്ല പറയണ്ടേ, പറയുമ്പോൾ അതിന് പുറകിലുള്ള ചരിത്രം കൂടി പറയണം. നമ്മൾ പലപ്പോഴും ഇന്ന് ഇവിടെ കാണുന്ന മാധ്യമങ്ങൾ പലപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, മാധ്യമ ചർച്ചയിലൊക്കെ 48 ചർച്ചയിൽ തുടങ്ങുള്ളൂ. 1948 അവർക്ക് ലോകം സ്ഥാപിക്കപ്പെട്ട ദിനം. അതിൻ്റെ പുറകോട്ട് ചരിത്രമില്ല അവർക്ക്. പക്ഷേ ചരിത്രം പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ പോരാ, അതിനും പുറകിൽ പറയണം. AD 100-ൽ തുടങ്ങിയാൽ പോരാ, AD 70-കളിൽ തുടങ്ങിയാൽ പോരാ, അതിൻ്റെയും പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം ഇസ്രായേലിന് വാഗ്ദത്തമായി കൊടുത്ത ദേശം മുതൽ, അബ്രാഹത്തിന് വാഗ്ദത്തമായി കൊടുത്ത ദേശം മുതൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചരിത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം കൊടുത്ത ആ വാഗ്ദത്ത ദേശത്ത് നിന്ന് AD 70-കളിൽ തൂത്തു തുടക്കപ്പെട്ട, അല്ലെങ്കിൽ അവർക്കവിടെ ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത വണ്ണം അവരെ പുറന്തള്ളപ്പെട്ടു. AD 148 മുതൽ AD 150 വരെ, അതായത് 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ശക്തമായി ഒരു കല്ല് പോലും ശേഷിക്കാതെ ജെറുസലേം ദേവാലയത്തിൻ്റെ സകലതും തുടച്ചു മാറ്റപ്പെടുന്ന രീതിയിൽ ആ വിശ്വാസ സമൂഹവും യഹൂദനും അവിടുന്ന് പൂർണ്ണമായി ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മൾ ഇന്ന് കാണുന്ന പോളണ്ടിലും ജർമ്മനിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും, എന്തിന് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ന് നമ്മുടെ ഈ ഇന്ത്യയിലും ഇവിടെയുള്ള നമ്മുടെ ഗോവയിലും കൊച്ചിയിലുമൊക്കെ ഇപ്പോഴും ഈ പറയുന്ന യഹൂദ സമൂഹം ചില്ലറ വളരെ കുറച്ച്
സമൂഹം ഇന്നും ജീവിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടിയും കൊച്ചിയിലുള്ള ജൂത പള്ളിയിൽ പോയിട്ടുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴും വർഷത്തിലൊരിക്കൽ അവരുടെ കുടുംബം മാക്സിമം ഇവിടെ വന്ന് കൂടുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് മലയാളി യഹൂദരായിരിക്കുന്ന കുറച്ച് ആളുകൾ ഇന്നും കേരളത്തിൽ വന്ന് അവരുടെ ആ ഒരു പാരമ്പര്യം, അവരായിരുന്ന ആ അവസ്ഥയെ ഒന്നും കൂടി അവർ ഊട്ടിയുറപ്പിക്കുന്നൊരു തലമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെബ്രായ ഭാഷ ലോകത്ത് നശിപ്പിക്കപ്പെട്ടൊരു ഭാഷയായിരുന്നു. ഹെബ്രായ ഭാഷ സ്വതന്ത്രമായി സംസാരിക്കാൻ അവകാശമില്ലാത്തൊരു ഭാഷ. താനൊരു യഹൂദനാണെന്നും ഞാൻ പറയുന്ന ഭാഷ ഹെബ്രായമാണെന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. അത് കുറച്ച് കാലഘട്ടമല്ല, ഏകദേശം 19 നൂറ്റാണ്ട് AD 70 തുടങ്ങി 1948 വരെ യഹൂദൻ, ഒരു സയനിസ്റ്റ് പ്രസ്ഥാനമാകട്ടെ യഹൂദ പ്രസ്ഥാനമാകട്ടെ, മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരു പ്രതിസന്ധിയായിരുന്നു. നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അവർ. സ്വന്തമായി ഒരു ഭാഷ പോലും പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തവണ്ണം. ഇന്ന് നമ്മൾ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന യഹൂദനുണ്ട് അവിടെ. നിങ്ങൾക്കറിയോ? മലയാളം സംസാരിക്കുന്ന യഹൂദനുണ്ട്. അങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഏകദേശം 140ഓളം ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ കൂടുതലുണ്ടാകാം, അതിൽ കുറവായിരിക്കാം ചിലപ്പോൾ. പക്ഷെ പറയപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, കൃത്യമായൊരു കണക്കല്ല. ഇങ്ങനെ ഇതുപോലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച ഒരു സമൂഹമാണ് ജുഡായിസം എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു പയ്യൻ എന്നെ വിളിച്ചു. ഞാനത് യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഇതാണ്: ഞാൻ വിശ്വസിക്കുന്നത് ജുഡായിസമാണ്. എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്? ഞാൻ കൂടുതലായിട്ട് അവനെക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ പല കോളുകളും എനിക്ക് അതിനെക്കുറിച്ച് വരുന്നുണ്ട്. എന്താണ് അവൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ അവൻ എവിടം വരെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇന്ന് അതിനുശേഷം പലരും വിളിച്ചു, സാബത്ത് ആചരിക്കണം, യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയും എന്നാൽ പഴയ നിയമത്തിൻ്റെ 10 കൽപ്പനകൾ അങ്ങനെ തന്നെ പാലിക്കുകയും ചെയ്യുന്നവർ സാബത്ത് ആചരിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ വിവിധ സമൂഹങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, വിവിധ രീതിയിൽ വിശ്വസിക്കുന്നവരും ചിന്തിക്കുന്നവരും. ഈ വിശുദ്ധ ബൈബിൾ, ഈ ഒരൊറ്റ ബൈബിൾ വെച്ച് ആയിരക്കണക്കിന് 10,000കണക്കിന് ഡിനോമിനേഷനുകൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകാത്ത തരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, അല്ലേ? ഏതാ കറക്റ്റ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഇതുപോലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച ഈ യഹൂദ സമൂഹം ഇന്നും നിലനിൽക്കുന്നു. നശിപ്പിക്കാൻ നോക്കിയിട്ട്, അതായത് ഹോളോകോസ്റ്റിനൊക്കെ സമയത്ത് എത്രയോ ലക്ഷക്കണക്കിന് യഹൂദരാണ് കൊല്ലപ്പെട്ടത്. ചേംബറുകളിൽ അല്ലെങ്കിൽ ട്രെയിനുകളിൽ അടയ്ക്കപ്പെട്ട് വിഷവാതകം വെച്ച് കൊന്നുകളഞ്ഞത് എത്രയോ ലക്ഷക്കണക്കിന് യഹൂദരെയായിരുന്നു. ഇങ്ങനെ കൊന്നിട്ടും ഇങ്ങനെ നശിപ്പിച്ചിട്ടും ഇന്ന് ലോകത്തിൻ്റെ ജനസംഖ്യയുടെ നിസ്സാരം 1.5% സംതിങ് എന്തോ യഹൂദനുള്ളൂ. വളരെ നിസ്സാരം, 1.5 കോടിയോ അത്രയും കണ്ടാണ് അവരുടെ ജനസംഖ്യയുള്ളൂ. പക്ഷെ ഇന്നും അവസാനിക്കാതെ ഇന്നും ആ സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, 19 നൂറ്റാണ്ട് ലോകം മുഴുവൻ വേട്ടയാടിയിട്ടും ഇന്നും ആ സമൂഹം അതേ ജനറ്റിക് ഓർഡറിൽ അതേ വംശമുറ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവല്ല, അത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. ഒരു രാജ്യമെന്ന് രൂപീകരിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ആ സമൂഹത്തിനെതിരെ ചുറ്റുമുള്ള 9ഓളം അടങ്ങുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ അതിനെതിരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയൊരു ഇസ്രായേൽ ഉണ്ടാകത്തില്ല, നാളെ ഇത് നശിപ്പിക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വന്നിട്ടും ഇന്നും ഈ കഴിഞ്ഞ 75 വർഷമായിട്ടും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ, യഹോവയുടെ, സർവശക്തനായ കർത്താവിൻ്റെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും, ക്രിസ്ത്യാനിയായി നമ്മൾ അഭിമാനിക്കുമ്പോഴും, സത്യം നമ്മളും തുറന്നു പറയേണ്ടതുണ്ട്. യഹൂദനെ നശിപ്പിക്കാൻ നമ്മളും മോശക്കാരായിരുന്നില്ല. നമ്മളും അത്ര മോശക്കാരായിരുന്നില്ല. യഹൂദരെ കൊന്നൊടുക്കാനും യഹൂദരെ ഇല്ലാതെയാക്കാനും നമ്മളും അത്ര മോശക്കാരനായിരുന്നില്ല. നമ്മൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളാകട്ടെ, ഈ പറയുന്ന കുരിശു വെച്ചിട്ട് യുദ്ധം ചെയ്തവരാകട്ടെ, യഹൂദനെ ആവശ്യത്തിലും അധികം അവരെയും കൊന്നൊടുക്കിയിട്ടുണ്ട്. പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഹിറ്റ്ലർ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു, അതുകൊണ്ട് ഹിറ്റ്ലർ ചെയ്ത് മുഴുവൻ ക്രിസ്ത്യാനികൾ ചെയ്താന്ന് പറഞ്ഞു വെക്കുന്ന ഒരു തലമുണ്ട്. ഞാനതല്ല പറയുന്നത്. അതായത് ഒരു വ്യക്തി ക്രിസ്ത്യാനിയാണ്, അവൻ്റെ പേര് ക്രിസ്തീയ നാമധാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെയ്തത് മുഴുവൻ, ആ വിഴുപ്പ് മുഴുവൻ നമ്മൾ ഏൽക്കേണ്ട കാര്യമില്ല. അത് അവൻ്റെ രാജ്യവും ആ രാജ്യത്വവും അവകാശവും അങ്ങനെയുള്ള ആധികാരികമായ കാര്യങ്ങളാണ്. അതല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ക്രിസ്തീയ സമൂഹം തന്നെ യഹൂദൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൊന്ന് നശിപ്പിച്ചിട്ടുണ്ട്. കുരിശ് യുദ്ധം എന്ന് പറയുന്ന പേരിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ സ്വന്തം സ്ഥലമായ യേശുവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ഈ പറയുന്ന പലസ്തീനയും അല്ലെങ്കിൽ യഹൂദ, ഇന്ന് ഈ പലസ്തീന എന്ന് വാക്ക് പറയുമ്പോൾ സത്യത്തിൽ പലസ്തീൻ എന്നൊരു വാക്ക് റോമക്കാർ കളിയാക്കി വിളിച്ചതാണ്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാര്യം. അതായത് റോമക്കാർ യഹൂദനെ കളിയാക്കി
നിങ്ങൾ പലസ്തീനിയൻ എന്ന് വിളിച്ചതാണ് യഥാർത്ഥത്തിൽ. ചരിത്രം പരിശോധിച്ച് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ സംരക്ഷിക്കാനായിട്ട് ഈ ചില സ്ഥലത്തു നിന്ന്, പോളണ്ടിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുമുള്ള ചില സന്യാസി സമൂഹം തന്നെ വലിയൊരു സൈന്യത്തെ രൂപീകരിച്ച് നമുക്ക് ഇസ്രായേലിലേക്ക് പോകാം. നമ്മുടെ സ്വന്തം സ്ഥലം, യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലം, കാൽവരി ക്രൂശ്, കാൽവരി മല, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് ഇവന്മാരൊരു വലിയൊരു യാത്ര പുറപ്പെട്ടു. നമുക്കത് ചരിത്രത്തിൽ, തിരുസഭാ ചരിത്രത്തിൽ സേവ്യർ കൂടപ്പഴച്ച് എഴുതിയ ആ വലിയ ബുക്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ചരിത്രം കിടക്കുന്നുണ്ട്. ഞാൻ പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞ കാര്യമുണ്ട്, അവിടെയുള്ള ഇസ്ലാമിൻ്റെ അധികാരത്തെ തകർത്ത് തങ്ങളുടെ സ്ഥലം സ്വന്തമാക്കാനായിട്ട് ചില സന്യാസ സമൂഹം സൈന്യത്തെ രൂപീകരിച്ച് അവിടേക്ക് യാത്ര പുറപ്പെട്ടു. കുറച്ച് ദിവസം യാത്ര തുടർന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ, ഇന്ന് പറയുന്ന തൊട്ട് ഫ്ലൈറ്റ് ഒന്നുമില്ലല്ലോ, അന്ന് യാത്രയാണ്, കുതിരകളും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉപയോഗിച്ച് പോയി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള സമ്പത്തില്ലാതെ വന്നു, ഭക്ഷണമില്ലാതെ വന്നു. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമ്പന്നരായ യഹൂദരുടെ ഇടയിലേക്ക് ഇവരെന്ത് ചെയ്തു? ഒരു അക്രമം അഴിച്ചുവിടാൻ തുടങ്ങി. ഇതിന് ഈ സൈന്യം ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കെട്ടുകഥ, അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞു, നമ്മുടെ ക്രിസ്തുവിനെ കൊന്നവരാണിവർ, നമ്മുടെ മിശിഹായെ നശിപ്പിച്ചവരാണിവർ. അപ്പോൾ അവിടെ ചെന്ന് സ്വന്തം സ്ഥലം വീണ്ടെടുക്കുന്നതിന് മുൻപ് നശിപ്പിച്ച ഇവരെയും നശിപ്പിക്കണം എന്ന രീതിയിൽ പ്രസംഗങ്ങൾ, ചില പ്രബോധനങ്ങൾ അവിടെ സംഭവിച്ചു. ഇത് കേട്ട് വാലും തുമ്പും ഇല്ലാത്ത നമ്മുടെ ആളുകൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു വിഗ്രഹത്തിൽ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞാലും ഓടി അങ്ങോട്ട് പോകും, അവിടെ എണ്ണ വന്നു എന്ന് പറഞ്ഞാലും ഓടി ഇങ്ങോട്ട് പോകും. നമുക്കിങ്ങനെ ഈ ഓട്ടത്തിൻ്റെ അന്നുമുണ്ട്. ഈ 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഈ ഓട്ടത്തിന് നമുക്കും കുറവൊന്നുമില്ല. ഇങ്ങനെ യഹൂദനെ കൊന്നൊടുക്കാൻ തുടങ്ങി, എന്നിട്ട് അവൻ്റെ സ്വത്തുക്കൾ അപഹരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഇസ്രായേൽ വരെ എത്തിയതെന്ന്, ഇത് ഞാൻ പറഞ്ഞ ചരിത്രമല്ല, ഞാൻ ഉണ്ടാക്കിയ ചരിത്രമൊന്നുമല്ല, കൃത്യമായിട്ട് ഈ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്കെങ്ങനെ യഹൂദ വിരോധം ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിക്ക് ഉണ്ടോ? ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമുക്ക് ഇസ്ലാമിനോടും വിരോധമില്ല, യഹൂദനോടും വിരോധമില്ല, മനുഷ്യകുലത്തിലുള്ള ഒരൊറ്റ വ്യക്തിയോടും നമുക്ക് എന്തില്ല? വിരോധം ഇല്ല. നമുക്ക് ആരോടാണ് യുദ്ധമുള്ളത്? സ്വർഗീയങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ് നമ്മുടെ യുദ്ധം. അല്ലാതെ മനുഷ്യരോട് നമുക്ക് യുദ്ധമുണ്ടോ? ഇല്ല. ഒരൊറ്റ മനുഷ്യനോടും ഒരു സിദ്ധാന്തത്തോടും ഒരു ചിന്താഗതിയോടും നമുക്ക് യുദ്ധമില്ല. നമ്മുടെ യുദ്ധം ഒറ്റ കാര്യത്തോടാ, സാത്താനിക ശക്തിയോടാ. അവൻ വെച്ചിരിക്കുന്ന സകലവിധ സിദ്ധാന്തങ്ങളോട് നമുക്ക് യുദ്ധമുണ്ട്. അവൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളോട്, അതല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റിനോടാണ് നമ്മുടെ യുദ്ധം, അല്ലാതെ മനുഷ്യനോടാണ് നമ്മുടെ യുദ്ധം അല്ല. നമ്മുടെ യുദ്ധം ഈ പറയുന്ന പിശാചിൻ്റെ പ്രവർത്തികളോടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി യഹൂദനെ സംബന്ധിച്ച് റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം 25 മുതൽ 27 വരെ വാക്യങ്ങൾ. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന? സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അറിയാലോ. യഹൂദന്റെ മിശിഹ ആരാണ്? അവർ പ്രതീക്ഷിക്കുന്ന മിശിഹ ആരാണ്? അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവും, എന്തുകൊണ്ടാണ് യഹൂദന് യേശുവിനെ അംഗീകരിക്കാൻ പറ്റാത്തത്, യേശുവിനെ ദൈവമായി സ്വീകരിക്കാൻ പറ്റാത്തത്? യേശു ദൈവമാണെന്ന സത്യം തിരിച്ചറിയാൻ യഹൂദന് സംഭവിക്കാത്തത്, പറ്റാത്തതിൻ്റെ കാരണം അപ്പോസ്തലനായ പൗലോസ് ഇത് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. സഹോദരരെ, നിനക്ക് അറിവുണ്ടെന്ന്, നീ വലിയ അറിവുള്ളവനാണെന്ന് നീ ചിന്തിക്കുന്നതെങ്കിൽ നീ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം, ഈ സത്യം മനസ്സിലാക്കണം. ഇസ്രായേലിലെ കുറേ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതീയരുടെ പൂർണ്ണസംഖ്യ തികയേണ്ടതിന് മാത്രമാണ്. ഇന്ന് കേരളത്തിൽ കിടക്കുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന് ഇന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പൂർവീകനായ അപ്പനോ അപ്പാപ്പനോ കൊച്ചപ്പനോ വല്യപ്പനോ ആരോ ഒരാൾ കർത്താവിൻ്റെ സുവിശേഷം കേട്ട് ക്രിസ്തുവിലേക്ക് വന്നവനാണ്. അല്ലാതെ 2000 വർഷം മുമ്പ് ബ്രാഹ്മണൻ മാർക്കം കൂടി ക്രിസ്തുവിലേക്ക് വന്നതാണെന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. എന്തായാലും 1-ാം നൂറ്റാണ്ടിൽ തോമാസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്രാഹ്മണനും ഉണ്ടായിരുന്നില്ല. ചരിത്രം പരിശോധിച്ച ഏതൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളെ കബളിപ്പിക്കാൻ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. എവിടെയോ ഏതോ ഒരു ജനറ്റിക് ഏരിയയിൽ എവിടെയോ ആരോ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടിട്ടുണ്ട്. തോമാസ് ലീഹ വന്നു എന്നുള്ളതിന് പല തെളിവുകളുണ്ട്. അത് റോമക്കാർ നശിപ്പിച്ചതായിട്ടും തെളിവുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനോട് പറയുകയാണ്, നമ്മൾ ഇപ്പോഴും ഈ പറയുന്ന ഇസ്രായേലിലെ യഹൂദ സമൂഹം ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ഇരിക്കുന്ന കാരണം നമ്മുടെ വിജാതീയൻ്റെ സംഖ്യ എന്ത് ചെയ്തിട്ടില്ല? തികഞ്ഞിട്ടില്ല.
നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ് മറ്റാരെയൊക്കെയോ ക്രിസ്തുവിലേക്ക് എത്തിക്കാനുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള അത് ചിലപ്പോൾ അവൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ആയിരിക്കും, അവൻ വിശ്വസിക്കുന്നത് കൃഷ്ണനെ ആയിരിക്കും, അവൻ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ദൈവമെന്ന് കരുതുന്നോ എന്തിനെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ടാകും. എനിവേ, അവനും ക്രിസ്തുവിനെ അറിയുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ നമ്മളുടെ പ്രഘോഷണം തികഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ ഹൃദയം ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നത്? കഠിനമായി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ശ്രേഷ്ഠരായതുകൊണ്ട്, എൻ്റെ അപ്പനപ്പൂപ്പന്മാർ വലിയ പുലി ആയതുകൊണ്ട് അവന്മാരുടെ നാടൻ ഭാഷയെ വരുന്നുള്ളൂ. വേണ്ട, വിട്ടേക്കാം. വേറെ നല്ല അവരുടെ മൂട്ടിൽ തൈമ്പുള്ളത് കൊണ്ട് ആയിരിക്കും. ഈ ആനപ്പുറത്ത് കയറി ഒരു തൈമ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഈ തൈമ്പുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നതാ? നമ്മളെ നിർത്തിയിരിക്കുന്നതാ. ആ വിഷാദീയൻ്റെ സംഖ്യ പൂർണ്ണമായി കഴിയുമ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ, ചില വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കാമോ? അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. സകല യഹൂദനും അവർ കുത്തിയവങ്കിലേക്ക് തിരിയും. കർത്താവായ യേശു ക്രിസ്തുവാണ് രക്ഷകനെന്നും മിശിഹ എന്നും സത്യം അവർ തിരിച്ചറിയുമെന്ന് ഇത് അപ്പസ്തോലൻ എഴുതി വച്ചിരിക്കുക. ഹല്ലേലൂയ. ഒരു ജൂഡായിസം വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് അവനും ഒരു പ്രത്യാശ ആരെക്കുറിച്ചാണ്? മിശിഹ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. മിശിഹ, അഭിഷിക്തൻ എന്ന വാക്കാണ് അതിനെ പറയുന്നത്. മിശിഹ എന്ന് വെച്ചാൽ അഭിഷിക്തൻ. ഈ ഒരു വാക്കിൽ വലിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതായത് ക്രിസ്തുവാണ് അഭിഷിക്തൻ. യഥാർത്ഥത്തിൽ ആ ക്രിസ്റ്റോസ് എന്ന് പറയുന്ന വാക്ക് എന്ത് ഉപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ചില സംശയങ്ങളാണ് പലപ്പോഴും യഹൂദനെ സംബന്ധിച്ച് ഒരു ഡൗട്ട് ഉണ്ടാക്കിയത്. ഏറ്റവും ശ്രേഷ്ഠനായ പഠിപ്പുള്ള ഒരു യഹൂദനായിരുന്നു അപ്പസ്തോലനായ പൗലോസ്. പൗലോസ് എന്ത് ചെയ്തു? തിരിച്ച് ക്രിസ്തുവിലേക്ക് വന്നു. ഡൗട്ട്ഫുള്ളായിട്ട് മറ്റൊരാൾ നിന്നതാണ് ഗമാലിയേൽ, പൗലോസിൻ്റെ ആശാൻ. ആശാൻ ഒരിക്കലും യേശു ക്രിസ്തു മിശിഹ അല്ല എന്ന് പറഞ്ഞില്ല. പറഞ്ഞതെന്താ? ഇവൻ മിശിഹ ആണെങ്കിൽ ഇത് നിലനിൽക്കും, മിശിഹ അല്ലെങ്കിൽ ഇത് നശിച്ചു പോകും, ഇതില്ലാതെയാകും. ഇതിന് നശിച്ചോ? 3 നൂറ്റാണ്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചോ? 1, 2, 3 നൂറ്റാണ്ട്, 300 വർഷത്തിലധികം ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെട്ടു, ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്നവൻ അവൻ്റെ കഴുത്തിൽ വാളുകൊണ്ട് പച്ചയ്ക്ക് കൊളോസിയങ്ങളിൽ അവനെ തുണി ചുറ്റി, മൃഗങ്ങളുടെ കൊഴുപ്പുകൾ ചുറ്റി അവനെ രാത്രികാലങ്ങളിൽ പന്തമാക്കി നിർത്തി കത്തിച്ചു. ക്രിസ്ത്യാനി നശിച്ചോ? നശിപ്പിക്കപ്പെട്ടോ? ഇല്ല. സകല രീതിയിലും അവൻ പീഡിപ്പിക്കപ്പെട്ടു. താൻ ക്രിസ്ത്യാനിയാണെന്ന് ഒരുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അപ്പോൾ അവസാനിക്കുന്ന തരത്തിൽ 300 വർഷത്തിലധികം അവൻ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അവിടെയൊന്നും ക്രിസ്ത്യാനി നശിപ്പിക്കപ്പെട്ടില്ല. ക്രിസ്തീയ സമൂഹം വളർന്നുകൊണ്ടിരുന്നു. ആ മാർഗം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. അതാ പറയുന്നത്, ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ഗമാലിയേൽ അത് മുഴുവൻ പ്രഖ്യാപിച്ചു വച്ചിരിക്കുക. യേശു എന്നത് മിശിഹ ആണെങ്കിൽ, അത് സത്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെതിരെ ഒരുവനും യുദ്ധം പ്രഖ്യാപിക്കേണ്ട, അത് കർത്താവ് നിലനിർത്തും. എന്നാൽ അത് സത്യമല്ലെങ്കിൽ അത് അവസാനിക്കും. ഗമാലിയേലിന് ബോധമുണ്ടായിരുന്നു. കാരണം അവൻ പഴയ നിയമത്തിൽ അഗാധ്യമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. അപ്പസ്തോലന്മാർക്ക്, പൗലോസിന്, പത്രോസിന്, യാക്കോബിന്, യോഹന്നാന്, ഇവർക്ക് യേശു മിശിഹായാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രഘോഷണം മുഴുവൻ ഒറ്റ കേന്ദ്രമായിരുന്നു. അവരുടെ ലക്ഷ്യം മുഴുവൻ ഒറ്റ കാര്യമായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? അപ്പസ്തോലന്മാർ മുഴുവൻ ശ്രമിച്ച കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ: യേശുവാണ് ക്രിസ്തു എന്ന ബോധ്യം നൽകുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പസ്തോല പ്രവൃത്തി 18-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? സീലാസും തീമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന സാക്ഷി നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്തുവാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ്. എന്തായിരുന്നു യഹൂദരെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചത്? ഏത് വിഷയമായിരുന്നു യഹൂദരെ ബോധ്യപ്പെടുത്താൻ അപ്പസ്തോലനായ പൗലോസും സീലാസും ശ്രമിച്ചത് എന്നുള്ളതാണ് അവിടെ വചനം പറയുന്നത്. എന്തായിരുന്നു ശ്രമിച്ചത്? യേശുവാണ് ക്രിസ്തുവെന്ന് സാക്ഷ്യം കൊടുക്കുക. അതായത് യേശുവാണ് മിശിഹ, യേശുവാണ് അഭിഷിക്തൻ. ഇസ്രായേലിൻ്റെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന പഴയ നിയമത്തിലെ മുഴുവൻ പ്രവചനങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മിശിഹ യേശുവാണ് എന്ന് തെളിയിക്കുകയായിരുന്നു അപ്പസ്തോലൻ്റെ പ്രധാനപ്പെട്ട വിഷയം. മറ്റൊരു വിഷയത്തിലേക്കല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇവരുടെ സുവിശേഷത്തിൻ്റെ പ്രധാന വിഷയം ഈ പറയുന്ന പ്രധാന മേഖലയായിരുന്നു: യേശുവാണ് ക്രിസ്തു എന്ന് യഹൂദരെ ബോധ്യം കൊടുക്കുക, യഹൂദർക്ക് ബോധ്യം കൊടുക്കുക. അതിൽ തന്നെ അനേകർ അത് തിരിച്ചറിയുകയും സത്യത്തിൻ്റെ ബോധ്യത്തിലേക്ക് അവർ തിരിച്ചു വരികയും ചെയ്തു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്ത് വെച്ചിട്ടാണ് ഇവർക്ക് ഈ ബോധ്യം കൊടുക്കാൻ പറ്റുക? അപ്പസ്തോലൻ എന്ത് പറഞ്ഞിട്ടാണ് ഇത് ബോധ്യം കൊടുക്കാൻ പറ്റുക? ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് പറ്റുമോ? എന്ത് വെച്ചിട്ടാണ് ഇവർക്ക് ഈ ബോധ്യം കൊടുക്കാൻ പറ്റുക?
യഹൂദനെ സംബന്ധിച്ച് ബോധ്യം കൊടുക്കാൻ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. അവൻ്റെ എഴുതപ്പെട്ട നിയമം വെച്ച്, പഴയ നിയമം വെച്ച് തെളിയിച്ചു കൊടുക്കണം യേശുവാണ് മിശിഹ എന്ന് തെളിയിച്ചു കൊടുക്കണം. ഇതല്ലാതെ മറ്റ് എന്ത് അഭ്യാസം കാണിച്ചാലും യഹൂദൻ പറയും, പോയി പണി നോക്കാൻ പറയും. ഇന്ന് നമ്മളെപ്പോലെയല്ല. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ദേ അത്ഭുതം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന ഈ സ്വഭാവമുള്ളവനല്ല ആര്? യഹൂദൻ. അവൻ പറയും, അത് നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. ആ പരിപാടിയൊക്കെ ആ നമ്മൾ നാടൻ ഭാഷയെ പറയുമല്ലോ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ആ അരി ഇവിടെ വേവിക്കാൻ പറ്റത്തില്ല. അത് യഹൂദൻ കൃത്യമായിട്ട് പറയും, നീ അത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് മോനെ, വചനം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, എഴുതപ്പെട്ട നിയമമുണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ, നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ഹെബ്രായ ലേഖനമാകട്ടെ, പൗലോസിൻ്റെ ലേഖനങ്ങൾ മുഴുവനാകട്ടെ, അപ്പസ്തോലന്മാർ മുഴുവൻ അപ്പസ്തോല പ്രവൃത്തിയിലും സകല സ്ഥലത്തും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, അപ്പസ്തോലൻ ചെയ്യുന്ന യഹൂദരുടെ സിനഗോഗുകളിൽ പ്രഘോഷിക്കുമ്പോൾ, തർക്കിക്കുമ്പോൾ ഈ ഒരൊറ്റ വിഷയമേ എടുത്തുള്ളൂ. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട നിയമം എടുത്തു വെച്ചിട്ട് ഇവനാണ് ക്രിസ്തു എന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങി. മത്തായി തൻ്റെ സുവിശേഷം എഴുതി, അല്ലേ? മർക്കോസാണ് ആദ്യം സുവിശേഷം എഴുതിയത്. പക്ഷേ രണ്ടാമത് മത്തായി സുവിശേഷം എഴുതി. മത്തായി സുവിശേഷം എഴുതി തുടങ്ങുമ്പോൾ മത്തായി എഴുതുന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ മത്തായി തൻ്റെ സുവിശേഷം എഴുതി തുടങ്ങി ആദ്യ വാക്ക് എഴുതുന്നത് യഹൂദനുള്ള പണിയാണ് എഴുതി വയ്ക്കുന്നത്. അതായത് താൻ പ്രഘോഷിച്ച സുവിശേഷം വിശ്വസിക്കാത്ത സകല യഹൂദർക്കുമുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇതാ മത്തായി എഴുതി തുടങ്ങുന്നത്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വാക്ക്, അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അതായത് നിനക്ക് പരിശോധിക്കാൻ ഇതാ ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം തരിക. യഹൂദനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള വംശാവലി ഉണ്ട്. അവൻ്റെ സിനഗോഗുകളിൽ അവരുടെ വംശം എഴുതപ്പെട്ടിട്ടുണ്ട്. 12 ഗോത്രങ്ങൾ, അതിൻ്റെ അകത്ത് തന്നെ 24 കൂറുകൾ. ആ കൂറുകളിൽപ്പെട്ട ഓരോ മേഖലകൾ, അതിൽപ്പെട്ട ഓരോ വംശങ്ങൾ, ഓരോ കുടുംബങ്ങൾ, അവൻ്റെ പിതാവ് ഇന്നയാള്, അവൻ്റെ പിതാവ് ഇന്നയാള് എന്ന് പറഞ്ഞ് എഴുതി വെച്ചൊരു രീതിയുണ്ട്. എൻ്റെ അപ്പനെ കുറിച്ച് പറയാം. എൻ്റെ അപ്പൻ്റെ പേര് ആൻ്റണി, അപ്പൻ്റെ പേര് വർഗീത്, അപ്പൻ്റെ പേര് എനിക്കറിയില്ല. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരിശോധിച്ചാൽ എനിക്കറിയത്തില്ല. മാക്സിമം 4 തലമുറ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടികിട്ടും. അതിനപ്പുറത്തോട്ട് പോയാൽ കിട്ടുമോ? കിട്ടത്തില്ല. തല കുത്തി എന്നാൽ കിട്ടത്തില്ല. നമ്മൾ ഈ കേരളത്തിൽ കിടക്കുന്നവൻ ചിലപ്പോൾ ഒരു 5-6 തലമുറ വരെ ചിലപ്പോൾ കിട്ടിയേക്കാം മാക്സിമം. അതിനപ്പുറത്തോട്ട് കിട്ടുമോ? ഇത് ഈ കാലത്തിലെ കാര്യം പറയുന്നത്. 2000 വർഷം മുമ്പുള്ള കണക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മത്തായി എഴുതി വച്ചിരിക്കുന്ന കാര്യം 2000 വർഷം മുമ്പ് അത് എഴുതിയിട്ട് അത് എഴുതിപ്പോയത് അതിലും പിന്നെയും വർഷം പഴക്കമുള്ള അബ്രഹാം തുടങ്ങി ഇങ്ങോട്ടുള്ള വംശാവലി എഴുതിപ്പോയിരിക്കുക. ഇത് ചുമ്മാ പറയാൻ പറ്റുമോ? വെറുതെ പറഞ്ഞു വയ്ക്കാൻ പറ്റുമോ? ഇത് യഹൂദനോട് പറയുക, നിന്റെ സിനഗോഗിൽ ഒരു വംശാവലിയുണ്ട്, നിന്റെ ഭവനത്തിൽ നിന്റെ പാരമ്പര്യമനുസരിച്ച്, നിന്റെ വംശമുറ അനുസരിച്ച് ഒരു വംശാവലിയുണ്ട്. ഇത് രണ്ടും വെച്ച് നീ ഒന്ന് പരിശോധിച്ച് നോക്ക് യഹൂദ. ഈ വംശാവലിയിൽ അബ്രാഹത്തിൻ്റെ, ദാവീദിൻ്റെ സകല പ്രവചനങ്ങളിലും അടങ്ങപ്പെടുന്ന എല്ലാ പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചിട്ട് വന്നിരിക്കുന്ന മിശിഹ ക്രിസ്തുവാണെന്ന് തെളിയിക്കുകയായിരുന്നു മത്തായിയുടെ ഉദ്ദേശം. ഹല്ലേലൂയ. നമ്മൾ ഈ വംശാവലി വായിക്കുമ്പോൾ ഇന്ന് വരെ ഒന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ വായെ കൊള്ളത്തില്ല ചില പേരൊക്കെ. അബ്രഹാം ഇസ്ഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ ബൈബിൾ വായിക്കാൻ പറയും, നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത്, അല്ലേ, സന്ധ്യാപ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കാൻ പറയും. കഷ്ടകാലത്തിന് തുറന്നു കിട്ടുന്നത് ഇതായിരിക്കും. അന്നാണ് ഈ മലയാളം. ഇന്ന് എൻ്റെ മോൻ ഈ സാധനം എങ്ങാനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ പേരൊക്കെ ഏതൊക്കെ പേര് വായിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർ ഇപ്പോൾ മലയാളം വായിക്കുന്നത് നമുക്കറിയാലോ, അല്ലേ? വാ പൊത്തണ്ടി വരും, വല്ല തെറിയാട്ട ഓരോ കർത്താവേ. നമ്മൾ പേടിച്ചിട്ടായിരിക്കും ഇതൊക്കെ വായിപ്പിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ വംശാവലിയൊക്കെ ചില നേരത്തെ ഇവന് കിട്ടും. ഇവൻ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറയും, എൻ്റെ പൊന്നു മോനെ, നീ വെറുതെ വായിച്ച് വായിലെ പല്ല് മുഴുവൻ കൊഴിക്കണ്ട, നീ വേറെ ഏതെങ്കിലും എടുത്തോ, നിനക്കുള്ള മെസ്സേജ് അല്ല അത്, മാറ്റിയെടുത്തോ. ഞാൻ പറയും, കാരണം ഇനി അവനെക്കൊണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ തെറി വിളിപ്പിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. ഞാൻ പറയും, മാറ്റി വായിച്ചോ മോനെ എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഈ വായെ കൊള്ളാത്ത പേരൊക്കെ ഇത് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ എനിക്കിതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. പക്ഷേ മത്തായി ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഉഗ്രൻ ഡിബേറ്റ് വിഷയമാണ്. മത്തായി യഹൂദൻ്റെ മുൻപിലേക്ക് ഈ വിഷയം എടുത്തു വെക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന 2 വംശാവലി വെച്ച് നിന്റെ സിനഗോഗിലും നിന്റെ ഭവനങ്ങളിലും നിന്റെ കുടുംബത്തിലുമുള്ള ഈ 2 വംശാവലി വെച്ച് ഈ ഓർഡർ ഒന്ന് പരിശോധിച്ചിട്ട് നീ പറ, ഈ സുവിശേഷത്തിൽ ഞങ്ങൾ പറയുന്ന യേശുവാണ് മിശിഹ എന്ന് ഞങ്ങൾ തെളിയിക്കുന്ന വിഷയം സത്യമോ മിഥ്യയോ? ഇത് മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന യഹൂദൻ്റെ ആ പ്രതീക്ഷയായ ക്രിസ്തു തന്നെയാണ്, അവനാണ് മിശിഹ എന്ന് തെളിയിക്കേണ്ടതിനാണ് ഈ വംശാവലി ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഈ പേര് മുഴുവൻ എഴുതി മത്തായി കഷ്ടപ്പെടാൻ വേണ്ടി എഴുതി വെച്ചതല്ലത്.
ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിവേശിതമായി മത്തായി ഇത് എഴുതുമ്പോൾ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ലൂക്ക ഇത് എഴുതുമ്പോൾ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇവനാണ് അബ്രാഹത്തിൻ്റെ സന്താനത്തിൽ വാഗ്ദത്തം പ്രാപിച്ചവൻ, ഇവനെയാണെന്ന് ദൈവത്തിന്, ലോകത്തിന്, ഇസ്രായേലിന് വെളിപ്പെടുത്തേണ്ടതിനാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട് ലോകത്ത്. അവൻ ചെയ്ത മനുഷ്യന് ഇന്നും സ്വീകരിക്കാൻ കഴിയാത്ത അനേക അത്ഭുതങ്ങളുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളത് പെട്ടെന്ന് ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? പറ്റുമോ? 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ചീഞ്ഞ് അളിഞ്ഞ ആ ശരീരത്തിൽ നിന്നും അവനെ ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് കെട്ടപ്പെട്ട ശരീരത്തോടെ കല്ലറയ്ക്ക് പുറത്തു വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തൊരു സത്യമാണ്. യോഹന്നാൻ പറയുകയാ, ഇതുപോലെ അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തു, പക്ഷേ അതെല്ലാം എഴുതി വെച്ചാൽ നിനക്കിത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെ എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് പറയുക. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ്. യോഹന്നാൻ യഹൂദനോട് പറയുക, ഇവ തന്നെ എഴുതപ്പെട്ടത് യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിക്കുകയാണ്. അവനാണ് മിശിഹ, അവനാണ് യഹൂദ നീ പ്രതീക്ഷിക്കുന്ന മിശിഹ എന്ന് തെളിയിക്കേണ്ടതിനാണ്, നീ മനസ്സിലാക്കേണ്ടതിനാണ് ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യഹൂദന് കാര്യം മനസ്സിലായി. അന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കൺവേർട്ട് ചെയ്യപ്പെട്ട യഹൂദൻ്റെ സംഖ്യ ചില്ലറയൊന്നുമല്ല. വലിയൊരു സമൂഹം തന്നെ ക്രിസ്ത്യാനിയിലേക്ക്, വിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ടു. പൗലോസ് പറയുന്നുണ്ട്, ആദ്യം നിങ്ങളോട് ഈ സുവിശേഷം പറയേണ്ടിയിരിക്കുന്നു, നിങ്ങളുടെ തിരസ്കാരം ഞങ്ങളെ വിജാതീയനിലേക്ക് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് കൃത്യമായിട്ട് പറയുക. നമുക്കറിയാം സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങൾ സമരിയായാലും യൂദായാലും നഷ്ടപ്പെട്ട ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇടയിൽ മാത്രം പോവുക. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പൗലോസിനോട് പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ സമൂഹത്തിൻ്റെ അടുത്ത് പോവുക, പക്ഷേ അവരുടെ തിരസ്കാരം വിജാതീയരുടെ രക്ഷയായി മാറി. ഇന്ന് വംശപാരമ്പര്യത്തിൻ്റെ ഗുണത്തിലല്ല ഞാൻ ക്രിസ്ത്യാനിയായത്, അവരുടെ തിരസ്കാരമാണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. എന്നെ വിശ്വാസം സ്വീകരിക്കാൻ, ഈ ശ്രേഷ്ഠമായ അനുഗ്രഹിക്കപ്പെട്ട ആ ജീവന്റെ കിരീടം നേടുവാൻ എന്നെ ദൈവം ഒരുക്കിയത് അവൻ്റെ തിരസ്കാരമാണ്. ഇപ്പം നമുക്ക് അവനോട് വല്ല വൈരാഗ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്തെങ്കിലും വൈരാഗ്യം യഹൂദനോട് വെക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യ സമൂഹത്തോട് നമുക്ക് വൈരാഗ്യമുണ്ടോ? ഇല്ല. വിജാതീയ സംഖ്യ തികയേണ്ടതിന് ഇന്നും അവൻ്റെ ഹൃദയം കഠിനമായി കിടക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, അവൻ്റെ ഹൃദയം തുറക്കുന്നൊരു ദിവസമുണ്ട്. വാനമേഘങ്ങളിൽ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ദൈവത്തിൻ്റെ ആ വലിയ പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ അവനും മനസ്സിലാക്കും, അവനും കുത്തിയവെങ്കിലേക്ക് തിരിയും. ഒരുവൻ പോലും നഷ്ടപ്പെടാതെ അവനും തിരിയുന്ന ഒരു ദിനമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം 36-ാം വാക്യം. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയാം. ഈ പ്രസംഗം ചില്ലറ സ്ഥലത്ത് നിന്നിട്ടല്ല, യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജെറുസലേം ദേവാലയത്തിന്റെ മുൻപിൽ നിന്നാണ് ഈ പ്രസംഗം നടക്കുന്നത്. ഒരാളല്ല, 12 പേരായ അപ്പസ്തോലന്മാർ അവിടെയുണ്ട്. പ്രധാനിയായ പത്രോസിന്റെ പ്രസംഗമാണ്. സന്നദ്ധിൻ സംഘം അവിടെയുണ്ട്. പുരോഹിതന്മാരുണ്ട്, യഹൂദന്മാരുണ്ട്. സകലരും, എവിടെയുള്ള യഹൂദനും കൂടി വരണമെന്ന് പറയുന്ന ആ ഒരു ദിവസം തന്നെയാണ് അവിടെ കൂടി വന്നിരിക്കുന്നത്. ആ ജനം മുഴുവൻ എവിടെ? ഈ ഇസ്രായേലിൽ ഈ പറയുന്ന പെന്തക്കൊസ്ത നാളിൽ കൂടി വന്നിരിക്കുന്ന സകല യഹൂദന്റെ മുൻപിലാണ് പത്രോസ് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവവും കർത്താവുമാക്കി, ക്രിസ്തുവുമാക്കി ഉയർത്തി. അവനാണ് മിശിഹ, അവനാണ് ക്രിസ്തു. നീ പ്രതീക്ഷിക്കുന്ന, നീ പ്രത്യാശിക്കുന്ന ക്രിസ്തു അവനാണെന്ന് ആര് പ്രഖ്യാപിക്കുക? പത്രോസ് വിളിച്ചു പറയുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യഹൂദന് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ പഴയ നിയമം എടുത്ത് അവൻ തർക്കിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ യൂട്യൂബിൽ ചില വീഡിയോ ഇടുമ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്ത കുഞ്ഞാടുകൾ വന്ന് അടിയിൽ കമൻ്റ് ഇടും, ഇവന് യൂട്യൂബിന് വരുമാനം ഉണ്ടാക്കാനാണ്, ഇവന് പണം ഉണ്ടാക്കാനാണ് ഇവൻ ആർക്കെതിരെ തിരിയുന്നത്. നമ്മൾ കൃപാസനം അമ്മച്ചിക്കെതിരെ, ചാരക്കുഞ്ഞമ്മക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇവൻ മാതാവിനെതിരെ പറഞ്ഞു. എടാ, സ്വർഗത്തിലിരിക്കുന്ന യേശുവിൻ്റെ അമ്മ മാതാവിനെ ഞങ്ങൾ പറയത്തില്ല. യേശുവിൻ്റെ അമ്മ മാതാവിനെ അല്ല പറയുന്നത്, കത്തോലിക്കനുണ്ടാക്കിയ കച്ചവട ചാരക്കുഞ്ഞമ്മയാണ് നമ്മളിട്ട് അടിക്കുന്നത്. അപ്പോൾ ഈ ചാരക്കുഞ്ഞമ്മ അടിക്കുമ്പോൾ ഈ കുഞ്ഞാട് ഓടി വന്നിട്ട് അടിയിൽ കമൻ്റ് ഇടും, മാതാവിനെ തെറി വിളിക്കുന്നവടാ. സാധാരണ ഇസ്ലാമിക് പേഴ്സൺസ് കമൻ്റ് ഇടുമ്പോൾ ശാപവാക്കുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
പക്ഷേ അതിനേക്കാൾ വില മതിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ തെറിയായി യുവന്മാരുടെ തെറി. ശാപം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്നേഹവും ഒരു ഷുഗർ കോട്ടഡൊക്കെ ആയിട്ടുള്ള ഒരു തെറിവിളിയും ഒരു സംഭവമൊക്കെയാണ്. നിൻ്റെ ചാനൽ പൂട്ടിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കമൻ്റ് ഇട്ട് ചിലവന്മാരെ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഇടയിലുണ്ട് ഈ സാധനങ്ങൾ. ഇങ്ങനെ ഈ മൊണ്ണക്കുഞ്ഞാടുകളെ പോലെ ഉള്ളവനാണോ യഹൂദൻ? ആണോ? അവൻ എടുത്തു വയ്ക്കും, പഴയ നിയമം കൃത്യമായിട്ട് എടുത്തു വെച്ച് വാദിക്കും. നമ്മൾ ശ്രദ്ധിച്ചോ, യേശുവിനെ കുറിച്ച് പീലിപ്പോസ് വന്ന് അവിടെ ഉണ്ടായിരുന്ന നഥാനിയേലിന് മുമ്പിൽ ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥാനിയേൽ തിരിച്ചു പറഞ്ഞ കാര്യം എന്നാ? ഇവിടെ നിന്ന് വല്ല നന്മയുണ്ടാവുമെന്ന് തിരിച്ചു ചോദിച്ചു. നസറത്തിൽ നിന്നും വല്ല നന്മയുണ്ടാവുമെന്ന് ചോദിച്ചു. കാരണം എന്നാ? അവന് പഴയ നിയമം എഴുതപ്പെട്ട കാര്യങ്ങൾ മിശിഹാനിക് പ്രൊഫസി ആർക്കറിയാം? നഥാനിയേലിന് വ്യക്തമായിട്ട് അറിയാം. നമ്മളെപ്പോലെ ഈ ബൈബിള് പാലിയാറിന് കാശ് കൊടുക്കാൻ വയ്ക്കുന്ന ഒരു സാധനമല്ല. അവൻ്റെ സിനഗോഗിൽ മാത്രമേ ഈ വചനമുള്ളൂവെങ്കിലും അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് യഹൂദൻ. അവൻ തിരിച്ചു ചോദിക്കും, അതെപ്പോ, അതെവിടെ നിന്ന്, അതെങ്ങനെ, തെളിവെവിടെ? ഇവന്മാർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. തെളിവും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഞങ്ങളാണ് എല്ലാത്തിൻ്റെയും അധികാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വെള്ളക്കുപ്പായം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് ദൈവം. അപ്പോൾ വെള്ളക്കുപ്പായം നാളെ ഒരു ഡ്രാഗണെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്നാൽ അവൻ അങ്ങോട്ട് പോവാം, നമുക്ക് കുറച്ച് പേര് അവിടെ ഒരു നേർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവും. ഈ കാര്യത്തിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു നാണക്കേടുമില്ല. എന്ത് വൃത്തികേടും കാണിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് അതിന് വചനത്തിൽ തെളിവും വേണ്ട, പ്രത്യേകിച്ച് ഒരു കാര്യവും നമുക്ക് വേണ്ട. നമ്മളോട്ട് അത് ചോദിക്കത്തുമില്ല. നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ് നമ്മുടെ ചുറ്റും. ഇത് പറയാതിരിക്കാൻ വയ്യ, പറഞ്ഞേ പറ്റൂ. പറയുമ്പോൾ വീണ്ടും കല്ലേറ് വരും, വരട്ടെ, വന്നതൊക്കെ നമുക്ക് സ്വീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 42-ാം വാക്യം. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇവിടെ ഗമാലിയേൽ ഇടപെട്ടിട്ടും വലിയ പ്രതിസന്ധികൾ വന്നിട്ടും അപ്പസ്തോലന്മാർ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കാണിച്ചില്ല, ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അവരെന്ത് ചെയ്തു? എല്ലാ ദിവസവും ദേവാലയത്തിൽ ചെന്ന്, എവിടെ ചെന്നിട്ടാ? ധൈര്യമുണ്ടോ? കീറിക്കിട്ട് തോണ്ട് കിട്ടും ഉണ്ടോ? ഞാൻ കൃപാസനത്തിൽ ചെന്നിട്ടാണ് വീഡിയോ ചെയ്തത്. അവിടുത്തെ വീഡിയോ എടുത്തിട്ട് അവന്മാരുടെ അച്ഛന്മാരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഈ അപ്പസ്തലനായ പത്രോസ് എവിടെ പോയിട്ടാണ് സുവിശേഷം പ്രസംഗിച്ചേ? ജെറുസലേം ദേവാലയത്തിൽ പോയി പറഞ്ഞേ, കർത്താവായ യേശു ക്രിസ്തു, നിങ്ങൾ ക്രൂശിച്ച യേശുവാണ് മിശിഹ എന്ന് പ്രഖ്യാപിച്ചത് ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ പോയിട്ടാണ് പറഞ്ഞേ. അവിടെ നിന്നിട്ടാണ് സുവിശേഷം പ്രസംഗിച്ചേ. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഞാനിതൊരു വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നല്ല. കർത്താവിൻ്റെ സുവിശേഷം പറയണം. അവിടെ കോംപ്രമൈസ് ഇല്ല, അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുക തന്നെ വേണം. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇവിടെ പോയിട്ട് പറയാൻ? ആ കഴുത്തിൻ്റെ മീതെ ചിലപ്പോൾ തല കാണത്തില്ല, ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, ഉറപ്പാ. ഞാൻ പറയുന്നത് കർത്താവിൻ്റെ വചനം അപ്പസ്തോലന്മാർ ചെയ്തത് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പുതപ്പിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ പുതപ്പിനെ നോക്കി, സ്വന്തം ജീവനെ നോക്കി മാറി നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല, ഇറങ്ങിയേ പറ്റൂ. അവിടെ നമ്മൾ ഒന്നിനെയും തിരിയത്തില്ല. കുടുംബമോ നമ്മുടെ ജീവനോ നമ്മുടെ ഒന്നും, പുറകിലുള്ളതെല്ലാം വിസ്മരിച്ച് മുന്നിലുള്ളവയെ നോക്കി ഓടാൻ തുടങ്ങും. കാരണം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ അപ്പസ്തോലന്മാർ അവർ ഒളിച്ചവരല്ല. ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് അനുദിനം പോയി, ഭവനങ്ങളിലും ദേവാലയത്തിൻ്റെ അകത്തും പോയി അവർ പ്രഘോഷിച്ച വിഷയം ഇതാണ്: യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിൽ നിന്നും പ്രസംഗിക്കുന്നതിൽ നിന്നും പുറകോട്ട് പോയില്ല. യേശുവാണ് ക്രിസ്തു എന്ന് പ്രഖ്യാപിക്കുന്നതിൽ നിന്നും അവരെന്ത് ചെയ്തില്ല? പുറകോട്ട് പോകാൻ അവർ തയ്യാറായില്ല. ഒരു നിമിഷം പോലും അവർ പുറകോട്ട് പോയില്ല, അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. 9-ാം അധ്യായം 22-ാം വാക്യം. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ഞാൻ ഈ 3 വചനം എടുത്തിട്ടുള്ളൂ, ഇനിയും അനേക വചനങ്ങളുണ്ട്. ഈ 3 വചനം എടുത്തതിൻ്റെ ഒറ്റ മാനദണ്ഡം ഇതാണ്: അപ്പസ്തോലന്മാർ ആദ്യം അപ്പസ്തോല പ്രവൃത്തി 2-ൽ പറയുന്നത് 12 അപ്പസ്തോലന്മാരോടെ ഉണ്ടായിരുന്നു. അതായത് അപ്പസ്തോലന്മാർക്ക് ഇതല്ലാതെ മറ്റൊരു പാരമ്പര്യമില്ല എന്ന് തെളിയിക്കാനാണ് അപ്പസ്തോല പ്രവൃത്തി 2:36 നമ്മളെടുത്തത്. 2 ശ്രേഷ്ഠനായ പത്രോസ്, 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന് മറ്റൊരു നേതൃത്വമില്ല, മറ്റൊരു ചിന്തയില്ല. യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിക്കുകയായിരുന്നു
പത്രോസിൻ്റെ ഉദ്ദേശം. അതിനാണ് അപ്പസ്തോല പ്രവൃത്തി 5:42 എടുത്തത്. ഇതാ സാവൂള് മാനസാന്തരപ്പെട്ട് പൗലോസായി വന്നപ്പോൾ ആ സാവൂളായിരുന്ന യഹൂദ പ്രമാണിയായിരുന്ന സന്നദ്രിംഗ് സംഘത്തിൽ അംഗമായിരുന്ന പൗലോസിനും മറ്റൊരു വിശ്വാസമില്ല, അവൻ്റെ വിശ്വാസം ഇത് തന്നെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് 9:22 സാവൂള് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന് തുടങ്ങിയ വിഷയമാണ് യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിക്കുന്നതിൽ നിന്നും അവൻ പിന്നോട്ട് പോയില്ല. കാരണം അവന് പഴയ നിയമത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. ഈ 3 മാനദണ്ഡത്തിനാണ് ഈ 3 വചനം എടുത്തത്. ഇതിനും ആയിരക്കണക്കിന് വചനം വേറെ നമുക്ക് പറയാനുണ്ട്. യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിക്കുകയായിരുന്നു യഥാർത്ഥ സുവിശേഷം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ പ്രധാനമായും പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു. വിഗ്രഹത്തിൽ ക്രിസ്തുവില്ല, ഈ കച്ചവട കേന്ദ്രങ്ങളിൽ ക്രിസ്തുവില്ല, ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ ക്രിസ്തുവില്ല, ഈ പറയുന്ന പ്രവൃത്തികളിലൊന്നും ക്രിസ്തുവില്ല എന്ന് തെളിയിക്കാൻ നമ്മൾ പല സ്ഥലത്ത് സഞ്ചരിച്ചു, പല മേഖലകളിൽ പറഞ്ഞു. നാട്ടുകാർ മുഴുവൻ എന്നെ തെറി വിളിച്ചു, പോയി സുവിശേഷം പറയടാ, പോയി സുവിശേഷം പറയടാ, നിനക്ക് കാശുണ്ടാക്കാനുള്ള പരിപാടി നിർത്തടാ, പോയി സുവിശേഷം പ്രസംഗിക്കടാ. ഇതാണ് കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന ആയിരക്കണക്കിന് കാര്യം. എൻ്റെ ചോദ്യം ഇതാണ്, അപ്പസ്തോലന്മാർ പറഞ്ഞപ്പോൾ സുവിശേഷം എന്തുവാ? അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷം എന്തുവാ? ആരാണ് യേശു എന്ന് കാണിച്ചു കൊടുത്തു. വിഗ്രഹത്തിലല്ല ക്രിസ്തു, നിന്റെ പഴയ നിയമ ബലിയിലല്ല ക്രിസ്തു, നിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലല്ല ക്രിസ്തു, നിന്റെ ഈ പറയുന്ന പ്രവൃത്തികളിലല്ല ക്രിസ്തു. ക്രിസ്തു അവൻ മിശിഹായാണ്, അവൻ യേശുവാണെന്ന് തെളിയിക്കുന്നതായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രഖ്യാപനം. ഇത് അറിഞ്ഞവൻ, ഇത് മനസ്സിലാക്കിയവൻ, അവൻ്റെ സുവിശേഷം ഈ റൂട്ടിലേ പോകത്തുള്ളൂ. അത് ആര് വിമർശിച്ചാലും ആരെതിർത്താലും അവൻ ഒറ്റ സുവിശേഷമേ ഉള്ളൂ, സത്യസുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു അപ്പസ്തോലന്മാരാകിയാൽ അവൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മുഖം നോക്കി ആശ്വാസത്തിന് കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോ, എന്നാലും കർത്താവ് വരുമ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുമെന്ന് പറയാൻ പറ്റുമോ? അപ്പസ്തോലന്മാർ ആ പരിപാടി കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ സുവിശേഷം നമുക്ക് ഒട്ടും പറ്റത്തില്ല. കർത്താവിനെ അറിഞ്ഞ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന അപ്പസ്തോലിക പാരമ്പര്യം കൊണ്ടു നടക്കുന്ന ഒറ്റ ക്രിസ്ത്യാനിക്ക് ഇത് പറ്റത്തില്ല. മൊണ്ണ ക്രിസ്ത്യാനിക്ക് എന്തുമാകാം. നമുക്കിത് പറ്റുമോ? പറ്റില്ല. ഈ ബൈബിൾ ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ അവസാനിക്കുന്ന പ്രശ്നമേ ഉള്ളത്. ഇത് ക്ലിയർ ആവും. എന്താണ് സത്യം, എന്താണ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച സുവിശേഷം എന്ന് മനസ്സിലാവും. സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ സുവിശേഷ പ്രഘോഷണം വളരെ കുറവാണ്. വിഗ്രഹ പ്രഘോഷണങ്ങളാണ് നടക്കുന്നത്, നൊവേന പ്രഘോഷണങ്ങളാണ് നടക്കുന്നത്, മരിയൻ പ്രഘോഷണങ്ങളാണ് നടക്കുന്നത്. സുവിശേഷം ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്നില്ല എന്നുള്ള ആ സത്യം. പ്രത്യേകിച്ച് ഞാൻ ഇന്നും നിലനിൽക്കുന്ന കത്തോലിക്ക സഭയിൽ സുവിശേഷ പ്രഘോഷണം ലേശം പോലുമില്ല. ഇവിടെ നടക്കുന്നത് ഒന്നെങ്കിൽ നൊവേന, അല്ലെങ്കിൽ വിശുദ്ധൻ, അല്ലെങ്കിൽ വിഗ്രഹം, അതല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം. നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഒരു അച്ഛൻ്റെ ആകെ ഉണ്ടായിരുന്നാണ് ഒരു ഡാനിയൽ അച്ഛൻ, അതും വഴിതെറ്റിപ്പോയി. ഒരൊറ്റ എണ്ണത്തിന് നേരെ നടത്താൻ ഇവന്മാർ സമ്മതിക്കത്തില്ല. നിങ്ങളിത് വിചാരിക്കുന്നുണ്ടോ ഈ പത്രോസും പൗലോസും ഈ യാക്കോബും യോഹന്നാനും ഒക്കെ പൊട്ടന്മാരായിരുന്നു വിചാരിക്കുന്നുണ്ടോ? വിവരമില്ലാത്തവന്മാരായിരുന്നു വിചാരിക്കണ്ടോ? എന്നിട്ട് ഇവന്മാരിങ്ങനെ പ്രഘോഷിച്ചിട്ട് ഇവന്മാരെ യൂട്യൂബ് വരുമാനം കൂടിയോ? സുക്കർബർഗ് എന്തെങ്കിലും കൊണ്ടു കൊടുത്തോ? ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ഇട്ടതുകൊണ്ട് പത്രോസിനും പൗലോസിനും വല്ലതും കിട്ടിയോ? അപ്പസ്തോലന്മാർക്ക് എന്തെങ്കിലും കിട്ടിയോ? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അപ്പസ്തോലന്മാർക്ക് എന്തോ കിട്ടിയേ? ഈ കല്ലേറും ഈ പീഡയും ഈ മരണവും ഈ കഷ്ടതയും ദുരിതം തന്നെയല്ലേ കിട്ടുള്ളൂ. ഇത് പ്രസംഗിച്ചിട്ട് അപ്പസ്തോലന്മാർക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. വേറൊരു സാധനം കിട്ടിയതായിട്ട് നമ്മൾ പ്രകടമായി കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് കിട്ടിയൊരു കാര്യമുണ്ട്, അവർ ജീവിച്ചതും അവർ മുന്നോട്ട് പോയതും നിത്യജീവൻ്റെ ആസ്വാദനത്തിലാണ്. കാരണം തങ്ങോട് കൂടെ ഉണ്ടായിരുന്നവൻ, തങ്ങളുടെ കൂടെ നടന്നവൻ, 3.5 വർഷക്കാലം തങ്ങൾ തൊട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കണ്ടതും സൂക്ഷ്മമായി പരിശോധിച്ചറിഞ്ഞതും ജീവന്റെ വചനമാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ആ ജീവന്റെ അപ്പമാണ്. അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവന്റെ അവകാശിയാക്കുമെന്ന് യേശു പറഞ്ഞ പ്രബോധനത്തെ വിശ്വസിച്ച് മനസ്സിലാക്കി സ്വീകരിച്ച് അവൻ മുന്നോട്ട് പോയി. അവനൊരു പ്രശ്നം ഉണ്ടായില്ല. അവൻ ശക്തമായി മുന്നോട്ട് പോയി. മരണപ്പെട്ടു, കഴുത്തറക്കപ്പെട്ടു, കീറി മുറിക്കപ്പെട്ടു, പീഡയേൽക്കപ്പെട്ടു, പച്ചയ്ക്ക് എണ്ണയിൽ പൊരിക്കപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു. പക്ഷെ ഇവിടെ ഒന്നും അവർ പിന്നോട്ട് പോയില്ല. അവരൊരു ബെൻസ് കാറും വാങ്ങിയില്ല. അവരൊരു ലോകത്തിൻ്റെ ഒരു നേട്ടവും അവർ നേടിയില്ല. ഒന്നും അവർ നോക്കിയില്ല. കാരണം പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെക്കുറിച്ച് നോക്കി അവർ ഓടാൻ തീരുമാനിച്ചു. കാരണം അവർ കണ്ട് മനസ്സിലാക്കിയ ഒരു ക്രിസ്തുവുണ്ട്, അവനാണ് മിശിഹ എന്ന സത്യം അവർക്ക് വെളിപ്പെട്ടു.